ഹായ് ഗായ്സ്, ഈ കാണുന്നത് എവിടെയാണെന്നല്ലേ? ഇത് നമ്മുടെ സ്വിറ്റ്സർലൻഡിൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ ബേണിലാണ് കേട്ടോ. എനിക്ക് ബേൺ വളരെ പ്രിയപ്പെട്ടതാണ്. കാരണം കല്യാണം കഴിക്കുന്നവരെ ഞാൻ വളർന്നത് ബേണിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക സന്തോഷവും ഒരു പ്രത്യേക ഫീലിംഗ് ആണ് ഇവിടെ വന്ന് ദേ ഈ വഴിയിലേക്കൂടെയൊക്കെ നടക്കാനായിട്ട്. ബിക്കോസ് എനിക്ക് എൻ്റെ സ്കൂളിൽ പണ്ട് പോയിക്കൊണ്ടിരുന്ന ആ ഒരു ഓർമ്മകളൊക്കെ വരും. എനിക്ക് എപ്പോൾ സമയം കിട്ടിയാലും, അല്ലെങ്കിൽ എനിക്കും ജെൻസിന് എപ്പോൾ സമയം കിട്ടിയാലും മക്കളെ ഞാൻ വീട്ടിലാക്കി, അതായത് ഡാഡിയുടെ അമ്മയുടെ അടുത്താക്കിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഒരു സർക്യൂട്ടിന് ഇറങ്ങും. അങ്ങനെ ഇന്നും ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് എന്താ പ്രത്യേകിച്ച് പരിപാടി എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇതിലൂടെ ഞങ്ങൾ അങ്ങോട്ട് തേരാപ്പാര നടക്കും. പിന്നെ ഞങ്ങൾ പ്രേമിച്ചുകൊണ്ടിരുന്ന കാലത്ത് ആക്ച്വലി ഇവിടെ ഒരു സ്പോട്ടുണ്ട്. ആ സ്പോട്ടിലൊക്കെ പോയി വല്ലപ്പോഴും ഞങ്ങൾ ഓർമ്മകളായി വിറക്കും. ദേ ജെൻസ് ഒരു ഷൂ ഭ്രാന്തനാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ആ ഷൂ ഭ്രാന്തിൻ്റെ പേരിൽ ഒരു ഷൂ ഒക്കെ മേടിച്ചു. പിന്നെ ദേ ഈ കാണുന്ന ഈ കടയുണ്ടല്ലോ, ബേൺലക്കട അറിയുന്ന പോകുന്നവർക്കൊക്കെ അറിയാം. ഇവിടുത്തെ വേഫിൾസ്, എൻ്റെ ദൈവമേ, ഈ മണം തന്നെ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ എന്നാ ടേസ്റ്റ് ആണെന്നറിയാമോ. ഇത് ഈ വഴിക്ക് കൂടെ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കടയിൽ തന്നെ നിന്ന് മേടിക്കണം. ഈ ചേട്ടൻ ഞാൻ ഈ ബേണി ഉണ്ടായിരുന്ന സമയം തൊട്ട് ഉള്ളൊരു കടയാണ് കേട്ടോ. ഇവിടുത്തെ വേഫിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റുമാണ്. ഈ സ്ഥലം എന്ന് പറയുന്നത് ബേൺ സിറ്റിയുടെ തന്നെ ആ ഒരു സ്പോട്ടാണ്. ഇവിടെ ഇന്ന് വീക്കെൻഡ് മാർക്കറ്റ് ഉണ്ടായിരുന്നു. അതാണ് ഈ നമ്മുടെ നാട്ടിലെ ചന്ത പോലെയുള്ള ഒരു ടൈപ്പാണ് കേട്ടോ. അതായത് ലോക്കൽ മാർക്കറ്റ്സ് ആണ്. നല്ല രസമാണ്, അവർ അടച്ചു പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്ഥലം ആക്ച്വലി നിങ്ങൾ പല സിനിമകളിൽ കണ്ടിട്ടുണ്ടാകും. അതായത് ബോളിവുഡ് മൂവീസ്, തമിഴ് മൂവീസ്, നമ്മുടെ മലയാളം മൂവീസൊക്കെ കാണും. കാരണം പല പല സോങ് സീൻസും ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ലേഡറാഹ് എന്ന് പറഞ്ഞ ചോക്ലേറ്റ് ആണ് കേട്ടോ. ഇതും നമ്മുടെ ലിൻഡ് പോലെ തന്നെ വളരെ സ്പെഷ്യലും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ചോക്ലേറ്റ് കമ്പനിയാണ്. ഞാനിപ്പോൾ കാണിക്കാൻ വന്ന പള്ളിയിൽ ഒരുപാട് കയറി പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് എനിക്കിതെല്ലാം നൊസ്റ്റാളജിയാണ് കേട്ടോ. അങ്ങനെ ഇവിടെ ലേബ് എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അതും വളരെ പ്രത്യേകമായ ഒരു കടയാണ്. ഇതെല്ലാം കാണുന്നത് നമ്മുടെ ബേൺ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗമാണ്. അങ്ങനെ ഞങ്ങളൊരു സർക്കിട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ